ചങ്ങനാശ്ശേരി അതിരൂപത അംഗങ്ങളായ ചങ്ങനാശ്ശേരിക്കാരായ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് ഇത്. ചങ്ങനാശ്ശേരി സ്വദേശിയായ അഭിമന്യ തറയിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായി നിയുക്തനായിരിക്കും. ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുകയും ചങ്ങനാശ്ശേരിക്കാരെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അഭിമന്യ പിതാവ്. അഭിമന്യ പിതാവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത വളരെ അടുത്തു നിന്നും അകലെ നിന്നും കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു എളിയ വിശ്വാസിയാണ് ഞാൻ. സഭയിൽ ജനങ്ങളെ ഉറപ്പിക്കുവാൻ, സഭയുടെ സ്നേഹം ജനങ്ങൾക്ക് വേണ്ടി പകുത്തു കൊടുക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന വ്യക്തിയാണ് അഭിമന്യ പിതാവ്. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യം. ഞാനൊരു വിശേഷണം അദ്ദേഹത്തിന് ചാർത്തി നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ന്യൂജൻ ബിഷപ്പ് എന്നുള്ള വിശേഷണം. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും പ്രിയങ്കരമായിരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളും ആശയങ്ങളും. എങ്കിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ ദൗത്യം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് സഭയും സഭാമക്കളും ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികമായ പാത ഏത് എന്ന് കാണിച്ചു കൊടുക്കുവാൻ എപ്പോഴും ഔത്സുക്യം കാണിക്കുന്ന പിതാവാണ് അഭിമന്യ തറയിൽ പിതാവ്. ദീർഘകാലം ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണ് അഭിമന്യ തറയിൽ പിതാവ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 9ാമത് മെത്രാപ്പൊലിത്തായി അദ്ദേഹം അഭിഷിക്തനാകുമ്പോൾ മഹത്തായ ഒരു ശ്രേണിയിലെ ഏറ്റവും പുതിയ കണ്ണിയായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചാൾസ് ലെവീഞ്ഞ് മുതൽ പെരുന്തോട്ടം പിതാവ് വരെയുള്ള ഇടയ ശ്രേഷ്ഠരെ നോക്കുമ്പോൾ അവർ അതിരൂപതയുടെ കാര്യങ്ങൾ മാത്രമായിരുന്നില്ല നോക്കിയിരുന്നത്. മറിച്ച് പൊതു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുവാനും പൊതുസമൂഹത്തിൻ്റെ യാത്രയിൽ എപ്പോഴെങ്കിലും മാർഗഭ്രംശം ഉണ്ടാകുമ്പോൾ അത് ഒരു തരത്തിലുള്ള മുൻവിധി കൂടാതെ പറയുവാനുമുള്ള ആർജവത്വം ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാർ എല്ലാവരും കാണിച്ചിരുന്നു. സാമൂഹ്യ കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ആരുടെയും മുഖം നോക്കാതെ തൻ്റെ ഇടത്തോടെ അഭിപ്രായം പറയുവാനുള്ള വിശാലത ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ശ്രേണിയിലേക്കാണ് തറയിൽ പിതാവ് കടന്നു വന്നിരിക്കുന്നത്. തറയിൽ പിതാവിന് എല്ലാവിധമായ ആശംസകളും ആത്മാർത്ഥമായി നേരുന്നു.